അന്ന് വൈകിട്ട് 6 മണി ആയപ്പോഴാണ് ജോനാഥൻ പ്രാതൽ കഴിച്ചത്. ഒറ്റപ്പെടലിൻ്റെ വിരസതയിൽ നിന്ന് രക്ഷപ്പെടാൻ വല്ലതും വായിക്കാൻ ആഗ്രഹിച്ച അയാൾക്ക് പക്ഷെ തൻ്റെ മുറിയിൽ ഒരു ന്യൂസ് പേപ്പറിൻ്റെ കഷ്ണം പോലും കണ്ടെത്താനായില്ല. പ്രഭുവിൻ്റെ സമ്മതം വാങ്ങുന്നതുവരെ കോട്ടയിൽ ചുറ്റിത്തിരിയാൻ മനസ്സനുവദിച്ചുമില്ല. സ്വാതന്ത്ര്യം തന്നിട്ടുള്ള മുറിയിൽ എവിടെയെങ്കിലും വല്ലതും കിട്ടുമോ എന്നറിയാൻ ജോനാഥൻ തൊട്ടടുത്ത മുറി തുറന്ന് വന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു. ആ വാതിൽ തുറന്നയുടൻ അയാളുടെ ആഹ്ലാദങ്ങൾക്കതിരുണ്ടായിരുന്നില്ല. അതൊരു വായനശാലയും പഠനമുറിയുമായിരുന്നു. വായനശാലയിൽ എണ്ണമറ്റ ഇംഗ്ലീഷ് പുസ്തകങ്ങളും ഷെൽഫുകളിൽ നിറയെ അടുക്കി വച്ചിരിക്കുന്നു. വാരികകളും ദിനപത്രങ്ങളും ബൈൻഡ് ചെയ്ത വാല്യങ്ങളായി സൂക്ഷിച്ചിരുന്ന മുറിയിൽ മധ്യത്തിലെ ഒരു മേശപ്പുറത്ത് ഒരു കൂട്ടം പത്രങ്ങളും മാസികകളും കിടന്നിരുന്നെങ്കിലും അവയൊക്കെ വളരെയേറെ പഴക്കം ചെന്നതായിരുന്നു. നിയമസംബന്ധമായ പുസ്തകങ്ങൾ കൂട്ടത്തിൽ കണ്ടപ്പോൾ ജോനാഥന് സന്തോഷം തോന്നി. അതിലൊരു പുസ്തകമെടുത്ത് ചില ഭാഗങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ വാതിൽ തുറന്ന് പ്രഭു അകത്തേക്ക് കടന്നു വന്നു. ഏറ്റവും ഹൃദ്യമായി ജോനാഥനെ അഭിവാദ്യം ചെയ്തതിന് ശേഷം അയാൾ ചോദിച്ചു, രാത്രിയിലെ വിശ്രമം തികച്ചും തൃപ്തികരമായിരുന്നോ എന്ന് വിശ്വസിക്കട്ടെ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുറിയാണിതെന്ന് വിശ്വസിക്കുന്നു, പ്രഭു തുടർന്നു പറഞ്ഞു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവയാണ് പുസ്തകങ്ങൾ. ഞാൻ ലണ്ടനിലേക്ക് പോകാൻ തീരുമാനിച്ച മുതൽ ഇവ എനിക്ക് എന്തുമാത്രം ആഹ്ലാദം തന്നിട്ടുണ്ടെന്നോ. പക്ഷെ താങ്കൾ എത്രയോ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്നു, ജോനാഥൻ പറഞ്ഞു. നന്ദി, നിങ്ങളെങ്ങനെ വെറുതെ പുകഴ്ത്തുകയാണ്. എനിക്കത്ര വളരെയൊന്നും ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ, പ്രഭു എത്രയും വിനീതമായി പറഞ്ഞു. അല്ല, ഞാൻ പുകഴ്ത്തുകയല്ല. താങ്കളുടെ ഇംഗ്ലീഷ് വളരെ നല്ലതാണ്. കുറച്ച് നിമിഷങ്ങളിലെ മൗനത്തിനു ശേഷം പ്രഭു തുടങ്ങി. നിങ്ങളെൻ്റെ സുഹൃത്തായ പീറ്റർ ഹാക്കിൻസിൻ്റെ പ്രതിനിധിയായിട്ടാണ് മാത്രം വന്നിട്ടുള്ളവനല്ല. നിങ്ങളിവിടെ താമസിക്കുന്ന തീരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഇംഗ്ലീഷ് ഭാഷയിലുള്ള എൻ്റെ പരിജ്ഞാനക്കുറവ് പരിഹരിച്ചു തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇന്ന് ഇത്രയും വൈകിയതിന് മാപ്പ് തരിക. ഇഷ്ടമുള്ളപ്പോഴെല്ലാം ഞാൻ ഈ വായനമുറിയിൽ വരുന്നതിൽ താങ്കൾക്ക് വിരോധമുണ്ടോ, ജോനാഥൻ ചോദിച്ചു. തീർച്ചയായുമില്ല. നിങ്ങൾക്കെപ്പോൾ വേണമെങ്കിലും എവിടെയും പോകാം. പക്ഷേ പൂട്ടിയിരിക്കുന്ന മുറികളിൽ കയറാൻ താല്പര്യം തോന്നരുത്. ഇവിടെ കാണപ്പെടുന്നതിനെല്ലാം ചില പ്രത്യേക കാരണങ്ങളുണ്ട്. എൻ്റെ സ്ഥിതിയിലിരുന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്കവയെല്ലാം മനസ്സിലാവും. അത് സമ്മതിച്ച മട്ടിൽ ജോനാഥൻ തലകുലുക്കി. നാം ഇപ്പോൾ ട്രാൻസ്വാനിയിലാണ്. ഇംഗ്ലണ്ടിലെ നിങ്ങളുടെ രീതിയിൽ ഞങ്ങളുടേതുപോലെ അല്ലാത്തതിനാൽ പലതും അസാധാരണമായി നിങ്ങൾക്ക് തോന്നിയേക്കാം. ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്നും തന്നെ നിങ്ങൾക്കിത് ബോധ്യമാവുകയും ചെയ്തുമല്ലോ. ജോനാഥൻ ആ അവസരത്തിൽ മുമ്പ് ചോദിക്കാൻ ഉദ്ദേശിച്ച ചില സംശയങ്ങൾ പ്രഭുവിനോട് ചോദിക്കാൻ തീരുമാനിച്ചു. ആ നാട്ടുകാരുടെ അന്ധവിശ്വാസങ്ങളെക്കുറിച്ചും പ്രവൃത്തികളെക്കുറിച്ചുമൊക്കെ പലതും ചോദിച്ചെങ്കിലും പ്രഭു ഉത്തരങ്ങൾ ഒഴിവാക്കുകയാണ് ചെയ്തത്. ചിലത് കേട്ടില്ലെന്ന് നടിച്ചു, ചിലതിന് വിഷയം മാറ്റി സംസാരിച്ചു. ഇവിടേക്ക് പോരും വഴിക്കു കണ്ട നീല വെളിച്ചത്തെക്കുറിച്ച് കുതിരവണ്ടിക്കാരൻ പലവട്ടം പോയി മടങ്ങിയതിനെക്കുറിച്ചും ജോനാഥൻ ചോദിച്ചപ്പോൾ അതിനു മറുപടിയായി പ്രഭു പറഞ്ഞു, നൂറ്റാണ്ടുകൾ തുടർച്ചയായി വല്ലാച്ചികളും സാക്സൺ വംശജരും തുർക്കികളും യുദ്ധം ചെയ്ത സ്ഥലമാണിത്. രാജ്യസ്നേഹികളുടെയും കയ്യേറ്റക്കാരുടെയും രക്തമൊഴുകിയിട്ടുണ്ട് ഈ മണ്ണ്. നാട്ടുകാർ ശത്രുക്കളുടെ ആയുധങ്ങൾക്കിരയായി മരണപ്പെട്ടപ്പോൾ ആ പ്രദേശത്തെ സമ്പത്തെല്ലാം ഭൂമിയിൽ കുഴിച്ചിട്ടിരുന്നിരിക്കണം. ചില പ്രത്യേക അവസരങ്ങളിൽ ആ നിധി നിക്ഷേപമുള്ള സ്ഥലങ്ങളിൽ ഇത്തരം അത്ഭുത വെളിച്ചം കാണാറുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. എന്നിട്ട് ഇത്ര കാലമായിട്ടും അവ ആരും കണ്ടുപിടിക്കാത്തതെന്തുകൊണ്ട്? ഇന്ത്യയെക്കുറിച്ച് തെളിവുകൾ ആ പ്രകാശത്തിൽ നിന്ന് കിട്ടുമെങ്കിൽ ആളുകൾ നിശ്ചയമായും അത് കൈവശപ്പെടുത്താൻ തുനിയില്ലേ? ജോനാഥൻ്റെ ചോദ്യത്തിന് തെല്ലും വൈകാതെ പ്രഭു മറുപടി കൊടുത്തു. സുഹൃത്തേ, കർഷകർ സ്വത്തെ പേടിത്തൊണ്ടന്മാരാണ്. ആ നീല വെളിച്ചം കാണുന്ന അർദ്ധരാത്രികളിൽ ഒരൊറ്റ മനുഷ്യജീവിയും നിർവൃതിയുണ്ടെങ്കിൽ പുറത്തിറങ്ങിയില്ല. തുടർന്ന് എന്തുകൊണ്ടോ ആ വിഷയം തുടരാൻ പ്രഭു താല്പര്യം കാണിച്ചില്ല. ഇംഗ്ലണ്ടിൽ പ്രഭു വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഹോക്കിൻസ് കണ്ടുവച്ചിട്ടുള്ള എസ്റ്റേറ്റിനെ പറ്റി സംസാരം തിരിച്ചുവിട്ടു. അതിനുവേണ്ടി ആധാരങ്ങൾ നടത്താനുള്ള ഒപ്പുകൾ ശേഖരിക്കേണ്ട കടലാസുകളിൽ ജോനാഥൻ പ്രഭുവിനെ ഒപ്പുവാങ്ങി.
പ്രഭു ഒരു കത്തുകൂടി ഹോക്കിൻസിനെ ഏൽപ്പിക്കാൻ അപ്പോൾ തന്നെ തയ്യാറാക്കി കൊടുത്തു. ഡ്രാക്കുള പ്രഭു ഇംഗ്ലണ്ടിലെ വാങ്ങാനുദ്ദേശിക്കുന്ന ആ എസ്റ്റേറ്റ് പർഫ്ലീറ്റ് എന്ന സ്ഥലത്ത് 20ഓളം ഏക്കർ വിസ്തീർണമുള്ളതായിരുന്നു. 4 ഭാഗത്തും ഉയർന്ന കരിങ്കൽ ചുരങ്കമുള്ള ചതുർമുഖി എന്നൊരു പഴയ ബംഗ്ലാവുണ്ടായിരുന്നു അതിൽ. ആ പുരയിടത്തിൻ്റെ വിവിധ കോണുകളിലെ ഫോട്ടോകളും ജോനാഥൻ കൂടെ കൊണ്ടുവന്നിരുന്നു. ഇംഗ്ലണ്ടിലെ തൻ്റെ സ്നേഹിതനും വക്കീലുമായി ഹോക്കിൻസുമായി എഴുത്തുകളിൽ കൂടിയാണ് പ്രഭു ഇത് സാധിച്ചത്. വസ്തുവിനെക്കുറിച്ചും കൂടുതൽ സംസാരിച്ചുറപ്പിക്കാനും കടലാസുകൾ ശരിയാക്കുവാനുമാണ് ഹോക്കിൻസിൻ്റെ ഗുമസ്തനായ ജോനാഥൻ ഹാക്കർ ട്രാൻസ്വാനിലേക്ക് അയച്ചത്. ജോനാഥനെടുത്തു കൊടുത്ത ഫോട്ടോകൾ പ്രഭു മാറി മാറി നോക്കി. ആ പുരയിടത്തിനടുത്ത് ഒരു പള്ളിയുണ്ടായിരുന്നു. വളരെ കാലങ്ങളായി കിടന്നിരുന്ന ആ എസ്റ്റേറ്റും ബംഗ്ലാവും ശവകുടീരം പോലെയാണ് തോന്നിച്ചിരുന്നത്. പ്രഭുവിന് ആ സ്ഥലം ഏറെ ഇഷ്ടമായെന്ന് തോന്നുന്നു. അദ്ദേഹം വളരെ സന്തുഷ്ടനായിരുന്നു. പുതിയ കെട്ടിടങ്ങളെക്കാൾ തനിക്കിഷ്ടപ്പെടുന്നത് പഴയ കെട്ടിടങ്ങളാണെന്ന്. ഏകാന്തതയും അന്ധകാരവും രാത്രിയുടെ ഭീകരതയുമാണ് തനിക്കേറെ ഇഷ്ടമെന്നും പ്രഭു പറഞ്ഞു. ജോനാഥന് അത് കേട്ടപ്പോൾ അടിമുടി ഒരു വിറയൽ ബാധിച്ചു. പ്രഭുവിൻ്റെ മുഖഭാഗം ജോനാഥനെ പരിഭ്രാന്തനാക്കി. പൊടുന്നനെ കടലാസുകളെല്ലാം ശരിപ്പെടുത്തി വെക്കാൻ പറഞ്ഞിട്ട് പ്രഭു എണീറ്റുപോയി. അദ്ദേഹം വീണ്ടും തിരിച്ചു വന്നപ്പോഴേക്കും 1 മണിക്കൂറെങ്കിലും കഴിഞ്ഞിരുന്നു. നിങ്ങൾ ഇനിയും പുസ്തകവുമായി ഇരിക്കുകയാണോ? പക്ഷേ അപ്പോഴും ഇങ്ങനെ ജോലിയുമായി മാത്രം കഴിയുന്നത് ശരിയല്ല. വരൂ, അത്താഴം തയ്യാറാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പ്രഭു ജോനാഥൻ്റെ കൈ പിടിച്ചുകൊണ്ട് പിൻമുറിയിലേക്ക് പോയി. അന്ന് പ്രഭു താനോടൊപ്പം ഭക്ഷണം കഴിക്കുന്നില്ലെന്ന് ജോനാഥന് മനസ്സിലായി. എങ്കിലും തൻ്റെ സമീപത്തിരുന്ന് സംസാരിക്കാൻ അദ്ദേഹം താല്പര്യം കാണിച്ചതിൽ ജോനാഥൻ സന്തുഷ്ടനായിരുന്നു. അത്താഴം കഴിഞ്ഞ് പിന്നെയും അവർ സംസാരിച്ചു കൊണ്ടേയിരുന്നു. തലേ ദിവസം നല്ലതുപോലെ ഉറങ്ങിയതിനാൽ ഉറക്കം ജോനാഥനെ ശല്യപ്പെടുത്തുകയേയില്ല. സമയം ഇഴഞ്ഞു നീങ്ങുന്നത് ആരും അറിഞ്ഞില്ലെന്നതിൻ്റെ ആരംഭമായി പെട്ടെന്ന് വർദ്ധിച്ച തണുപ്പ് ജോനാഥനെ വിറപ്പിച്ചു. അകലെയെങ്ങോ ഒരു പൂവൻകോഴി കൂവുന്നതിൻ്റെയും കാക്ക കരയുന്നതിൻ്റെയും ശബ്ദങ്ങൾ. പെട്ടെന്ന് ഡ്രാക്കുള പ്രഭു ഇരുന്നിടത്തു നിന്നും ഞെട്ടി പിടഞ്ഞെഴുന്നേറ്റു. ഹോ, സമയം പോയതറിഞ്ഞില്ല. നിങ്ങൾ ഇത്രയും നേരം ഉറക്കമെഴുപ്പിച്ചത് തെറ്റായിപ്പോയി. ഇനിമേൽ ഇത്രയും വാചാലതയോടെ താങ്കൾ സംസാരിക്കരുത്. കാരണം ഞാൻ സമയം പോകുന്നത് അറിയുന്നതേയില്ല. അത്രയും പറഞ്ഞ് പതിവുള്ള അഭിവാദനത്തോടെ പ്രഭു പിരിഞ്ഞു. ജോനാഥൻ മുറിയിലേക്ക് പോയി. ജാലകവാതിലിലൂടെ കടന്നുവരുന്ന ഇളം പ്രകാശത്തിന് പുലരിയുടെ ആദ്യത്തെ വിളറിയാഴ്ചയുണ്ടായിരുന്നു. അയാൾ ഉറങ്ങാൻ കിടന്നു. അധിക സമയം ഉറങ്ങാൻ കഴിയാത്തതുകൊണ്ട് ജോനാഥൻ പെട്ടെന്നുണർന്നു. പുറത്തു പ്രകാശം നല്ലതുപോലെ പരന്നു കഴിഞ്ഞിരുന്നു. എണീറ്റ് ഷേവ് ചെയ്യാനുള്ള ഒരുക്കത്തോടെ തൻ്റെ ചെറിയ കണ്ണാടി ചുമരിൽ തൂക്കി ഷേവ് ചെയ്യുവാൻ അയാൾ തുടങ്ങുകയായിരുന്നു. പെട്ടെന്ന് കറുത്ത ഒരു കൈ ജോനാഥൻ്റെ തോളിൽ പതിഞ്ഞു. ഒരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കിയ ജോനാഥൻ കണ്ടത് ഏതോ വല്ലാത്ത ഭാവത്തിൽ പിന്നിൽ നിൽക്കുന്ന പ്രഭുവിനെയാണ്. പ്രഭു നല്ല പ്രഭാതം നേർന്നുവെങ്കിലും ജോനാഥൻ എന്തുകൊണ്ടോ ഒന്ന് നടുങ്ങി. കാരണം ആ മുറിയിൽ മിക്കവാറും എല്ലാറ്റിൻ്റെയും പ്രതിഫലനം കണ്ണാടിയിൽ കാണാൻ കഴിഞ്ഞിട്ടും പ്രഭുവിൻ്റെ രൂപം അയാൾക്കതിൽ കാണാൻ കഴിഞ്ഞില്ല. ഒരു ചെറിയ നടുക്കത്തോടെ വീണ്ടും തിരിഞ്ഞു നോക്കിയ ജോനാഥൻ മുഖത്ത് ക്ഷൗരക്കത്തി കൊണ്ട് നേരിയ ഒരു മുറിവുണ്ടായി. ആ പോറൽ മാത്രമേയുള്ളൂവെന്ന് കരുതി അയാളത്ര കാര്യമാക്കിയതുമില്ല. തിരിച്ചു പ്രഭുവിനെ അഭിവാദ്യങ്ങൾ നേർന്നുവെങ്കിലും ജോനാഥൻ്റെ കണ്ണുകൾ ആ കണ്ണാടിയിൽ തന്നെയായിരുന്നു. ഇപ്പോൾ തൻ്റെ പിന്നിൽ നിൽക്കുന്ന പ്രഭുവിനെ വ്യക്തമായി അയാൾക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിലും കണ്ണാടിയിൽ ആ രൂപം ഒട്ടും വ്യക്തമായിരുന്നില്ല. ആ മുറി മുഴുവനും പ്രതിഫലിപ്പിച്ചിട്ടും വട്ടക്കണ്ണാടിയിൽ എന്തുകൊണ്ട് പ്രഭുവിൻ്റെ രൂപം മാത്രം ഒട്ടും കാണാൻ കഴിയുന്നില്ലേ? ജോനാഥൻ്റെ ഉള്ളിൽ ഒരു തരം നടുക്കം ബാധിച്ചു. അതുവരെ അയാൾക്കുണ്ടായിരുന്ന ഭയം സംഭ്രമങ്ങൾ അതിൽ ഉച്ചക്കോടിയിലെത്തിയ നിമിഷങ്ങളായിരുന്നു അത്. സംശയത്തോടെ ഒരു വട്ടം കൂടി കണ്ണാടിയിൽ നോക്കിയപ്പോഴാണ് കത്തികൊണ്ട് പോറിയ മുറിവിൽ നിന്നും രക്തം കിനിയുന്നതായി അയാൾ ശ്രദ്ധിച്ചത്. ക്ഷൗരക്കത്തിയെ
താഴെ വെച്ച് രക്തം തുടയ്ക്കാൻ ഒരു ചെറിയ തുണിക്കഷ്ണത്തിന് വേണ്ടി അയാൾ തിരഞ്ഞു. ജോനാഥൻ്റെ മുഖത്തേക്ക് പ്രഭു തുറിച്ചു നോക്കി. മിന്നൽ വേഗത്തിൽ പ്രഭുവിൻ്റെ മുഖത്ത് അയാൾക്കൊരു പൈശാചിക ഭാവം കാണാനാവുകയും ചെയ്തു. അദ്ദേഹം വല്ലാത്തൊരു മുരൾച്ചയോടെ ജോനാഥൻ്റെ കഴുത്തിൽ കടന്നു പിടിക്കാൻ മുന്നോട്ട് കുതിക്കുകയും ചെയ്തു. പ്രഭുവിൻ്റെ കൈ യാദൃശ്ചികമായി അയാളുടെ കഴുത്തിൽ കൊന്തമാലയിൽ തട്ടിയ ആ ക്ഷണം ഉത്കടമായ ഞെട്ടലോടെ പ്രഭു കൈ പിൻവലിച്ചു. ക്രമേണ ആദ്യത്തെ ശാന്തത മുഖത്തണിയാൻ പ്രഭു ശ്രമിക്കുകയാണെന്ന് ജോനാഥന് മനസ്സിലായി. നിങ്ങൾ സൂക്ഷിക്കണം. മുറിവുണ്ടാകുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം. ഇന്നാട്ടിൽ ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലുമധികം അപകടത്തിന് കാരണമായേക്കും. പ്രഭു സാധാരണ പോലെ മന്ത്രിച്ചു. പെട്ടെന്ന് ജാലകത്തിൽ നിന്നും ആ കണ്ണാടി തട്ടിയെടുത്തുകൊണ്ട് അയാൾ ഗൗരവത്തോടെ പറഞ്ഞു, ഈ നശിച്ച സാധനമാണ് സകലതിനും കാരണം. നാശം എവിടെയെങ്കിലും പോയി തുലയട്ടെ എന്ന് പറഞ്ഞിട്ട് അയാൾ തൻ്റെ ഉരുക്കു കൈകൊണ്ട് ഒറ്റത്തള്ളിനു ജാലകവാതിൽ തുറക്കുകയും അതുവഴി കണ്ണാടി അകലത്തേക്ക് വീശി എറിയുകയും ചെയ്തു. ആയിരക്കണക്കിനടി താഴേക്ക് പറന്നു വീണ കണ്ണാടി കൂർത്തു നിൽക്കുന്ന പാറകളിൽ തട്ടി 100 കഷ്ണങ്ങളായി ചിതറി. പിന്നീടൊരക്ഷരം മിണ്ടാതെ, ശബ്ദിക്കാതെ, പതിവുള്ള അഭിവാദ്യങ്ങൾ പോലും അർപ്പിക്കാതെ പ്രഭു ആ മുറി വിട്ടിറങ്ങി.